പൈതലിനായുള്ള പ്രാർത്ഥനയിൽ മുഴുകി ആ സാധുക്കൾ മഹേശ്വര പൂജയിൽ മാത്രം ലയിച്ചിട്ട് കാലമേറെയായി. ഇന്നോളം 3 കണ്ണുള്ള കൈലാസനാഥൻ ഒരു കണ്ണുപോലും തുറന്ന് കടാക്ഷം ചൊരിയാത്തത് കഷ്ടം തന്നെയല്ലേ? കഷ്ടമെന്നല്ല, കഷ്ടം തന്നെ. ആ നാഗാഭരണന്റെ നിശ്ചയം എന്താണെന്ന് ഈ പാവം നാരദർ എങ്ങനെ അറിയാനാണ്? നാരായണ നാരായണ. ശാന്തസുന്ദര പർണശാല ശോകശ്രുതി നീട്ടി മാമുനി തൻതടത്തിൽ മോഹഭംഗം പോ പത്നിയൊന്നും ചൊല്ലിടാതെ പ്രജ്ഞയറ്റതു പോ ശിവ പോലെ നിൽക്കയാനാ ശിവഭക്തരഹോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ. എത്രയോ നാമം ജപിച്ചു പ്രഭോ, അത്രയും പൂജകൾ ചെയ്തു. തന്നില്ല പാലൂട്ടുവാനായി ഒരു തങ്കക്കുടത്തിനെ ശംഭോ. ദുഃഖം വെടിഞ്ഞു ജപിക്കൂ, ശ്രീശങ്കയില്ലാതെ ഭജിക്കൂ. ശങ്കരൻ ത്രൈലോക്യനാഥൻ വരും, സങ്കടമില്ലാമതെത്തും. ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ. താരാട്ടു പാടുവാൻ യോഗം ഈ ജന്മത്തരികില്ലിരയാ. ഭക്തരൻ കണ്ണീരു കാണാൻ ഇന്ന് ഇത്രയും മോഹമോ ദേവാ. തർപ്പണം ചെയ്യുവാനേലും ഒരു പുത്രനെ നൽകിടുകീശ. കുംഭനരകത്തിന്നു കാക്കാൻ ഒരു സന്തതിക്കായി വരമേകൂ. ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ. തന്നെ താരാട്ടുമമ്മേ, നന്ദനമില്ലാതെ ഞാനും സന്തതം പ്രാർത്ഥന ചെയ്യൂ. നിരന്തരം നിന്നെ ഭജിക്കൂ. ലംബോദരനുടെ കേളി കണ്ടാനന്ദമോടെ ഇരിക്കും. ചന്ദ്രകലാധരാ ദേവാ, ഒരു താരനാകാൻ വരമേകൂ. ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ ശംഭോ. നാരായണ നാരായണ. വന്ദന മഹർഷി, അങ്ങയുടെ പാദസ്പർശത്താൽ ഈ പർണശാല ധന്യമായിരിക്കുന്നു. നാരായണ നാരായണ. എന്ത് ധന്യത മഹാമുനി. ഒരു പൈതലിനായുള്ള പ്രാർത്ഥന ആ പരമേശ്വരൻ ഇനിയും ചെവി കൊള്ളുന്നില്ലല്ലോ. നിങ്ങളുടെ ഈ സന്താപം കാണുമ്പോൾ നാരദ ഹൃദയം പോലും തകർന്നു പോകുന്നു. ഭഗവാനേകുന്നത് സന്താപമായാലും സൗഭാഗ്യമായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതല്ലേ ഭക്തി? അങ്ങേത് അറിയാത്തതോ? നാരായണ നാരായണ. ഇവിടെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മാതൃഭാവം കൊതിച്ചു നിൽക്കുന്ന മഹതി, എത്രയോ കാലമായി നിരന്തരം നിങ്ങൾ ശിവാർച്ചന ചെയ്യുന്നു. ഇനിയും ഇത് തുടരുന്നതിൽ അർത്ഥമുണ്ടോ? ധന്യാത്മൻ എത്ര കാലം വൈകുന്നു. അത്രയും ശ്രേഷ്ഠമായ
സന്താന സൗഭാഗ്യം തന്നു ആ മഹാപ്രഭു അനുഗ്രഹ വർഷം ചൊരിയുമെന്ന് അങ്ങ് മറന്നുപോയോ? ആഹാ ആഹാ നാരായണ, പരമമായ ഭക്തിയിൽ ലയിച്ചിരിക്കുന്ന ഇവരെ പരീക്ഷിക്കാൻ വന്നത് എന്റെ തെറ്റ്. നിങ്ങളുടെ ആഗ്രഹമെല്ലാം ക്ഷിപ്രസാധ്യമാകട്ടെ. നാരദർ വിടവാങ്ങുന്നു.
ഹര ഹര ശംഭോ മഹാദേവ. അംബേ മഹേശ്വരി ജയ ജയ. കണ്ണീർ തുളുമ്പുന്ന ആ പ്രാർത്ഥന പാർവതി പരമേശ്വരന്മാർ കേൾക്കുന്നില്ലെന്നോ? അനുനിമിഷം ഉമാമഹേശ്വര ചിന്തയിൽ വാഴുന്ന ഭൃഗണ്ടുമുനിയെയും പത്നിയെയും അനുഗ്രഹിക്കാൻ ഇനിയും വൈകുവതെന്തേ പ്രഭു? മഹർഷി, കാലചക്ര പരിക്രമണത്തിനും പരീക്ഷണത്തിനും അനുസരിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും തപസ്സിനും ഉത്തരം ലഭിക്കുന്നതാണ്. അതുവരെ ക്ഷമിക്കും. നിർമ്മല ഭക്തിക്കുത്തരമേകൂ നീരടി ഭഗവാനേ. നിർമ്മല ഭക്തിക്കുത്തരമേകൂ നീരടി ഭഗവാനേ. നിന്നുടെ ഭക്തർക്കഭയമദേക
ഭാഗ്യം ചെയ്തവരാണ് അല്ലേ? അതേ പ്രഭു. സദാ ശിവഭക്തിയിൽ ലയിച്ചിരിക്കുന്ന ഒരു സത്പുത്രനെയാണല്ലോ നമുക്ക് ലഭിച്ചത്. എവിടെ എന്റെ മാർക്കണ്ഡേയൻ? പുത്ര പുത്ര മാർക്കണ്ഡേയ. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശിവപാർവതി ദർശനഭാഗ്യം ഈ ശിശുവിനുമോഹം മധുമാത്രം. ശിവപാർവതി ദർശനഭാഗ്യം ഈ ശിശുവിനുമോഹം മധുമാത്രം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. കോകിലമേ പാടൂ കൈലാസവാസന്റെ തിരുനാമം. മാമയിലേ പോകൂ മലൈമകൾക്കൊരു മല കൊണ്ടുവരൂ. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. പുത്ര മാർക്കണ്ഡേയ, ഇനിയും കേൾക്കാനായി അമ്മേ പറയൂ ഹരനുടെ പുണ്യകഥ. മകനെ, അഭീഷ്ടസിദ്ധിരസ്തു. കേട്ടുകുളിർക്കാനായി താര പാടൂ പഞ്ചാക്ഷരനാമം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ശരണം ശിവപാദം അനുനിമിഷം ഹരസ്മരണം. ബാലക, ആദിത്യകോപത്താൽ വലഞ്ഞിരിക്കുന്ന ഈ സാധുവിനൽപ്പം ജലമേകിയാലും. പ്രണാമം മാതേ. അല്പം ക്ഷമിക്കൂ, അടിയൻ ഇതായെത്തിക്കഴിഞ്ഞു. ഈ ശിലയിൽ ഭസ്മം പൂശി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്തിനാണ് മുനികുമാര? അമ്മേ, ഇത് വെറുമൊരു ശിലയല്ല. ഭഗവാൻ പരമേശ്വരന്റെ മഹാലിംഗ പ്രതിഷ്ഠയാണ്. ഭസ്മം അലങ്കാരവും പൂക്കൾ പൂജാദ്രവ്യങ്ങളുമാണ്. കഷ്ടം തന്നെ കുമാര. ഞാൻ എന്താ ഈ കേൾക്കുന്നത്? തിരിയില്ലാത്ത ബാലകൻ ലിംഗപൂജയിൽ ഏർപ്പെടുകയോ? അങ്ങേയറ്റം മോശമല്ലേ അത്? ദേവി, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിനും സർവചരാചര ജീവാത്മാവിനും ആധാരമാകുന്നത് അചഞ്ചലമായ ഈ പരമാത്മലിംഗമാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വാത്സല്യനിധിയായ വാമദേവന്റെ പഞ്ചാക്ഷര മന്ത്രശക്തി കണ്ടില്ലേ മാതേ? പാർവതിയും മോശമൊന്നുമല്ല. എന്താ ദേവി? അല്ല ഉണ്ണി, ഞാൻ ഓർക്കുകയായിരുന്നു. സർപ്പാഭരണനായ സാംബശിവൻ ദർശനമേകുന്ന വേളയിൽ ചിലപ്പോൾ നിനക്ക് സർപ്പദംശനമേറ്റാലോ? ഈ തങ്കക്കുടത്തിന് മൃത്യു പോലും സംഭവിക്കാം. അതുകൊണ്ട് ശിവപൂജ നീ ഉപേക്ഷിക്കുകയല്ലേ നല്ലത്? ഒരിക്കലുമില്ലതായി. കാളകൂട വിഷമുണ്ട നീലകണ്ഠ മഹാപ്രഭുവിന്റെ ദാസനായ എന്നിൽ
ദാസനെ കാരുണ്യ കണ്ണോട് മാത്രമേ കാണൂ. ശിവൻ ഒരു മായാവിയാണ്. കേട്ടതും കണ്ടതുമെല്ലാം നുണയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ മറുപടി എന്താണ് ബാലക? മറുപടിയേക്കാനും തർക്കിച്ചു ജയിക്കാനും അടിയനില്ല മാതേ. ശിവപൂജയ്ക്കുള്ള സമയമാണിത്. ദയവായി തടസ്സം നിൽക്കരുതേ. ഇനി മുതൽ നീ ശിവപൂജ ചെയ്യണ്ട എന്നതാണ് എന്റെ തീരുമാനം. അതിനുള്ള മറുപടി ഭഗവാനേകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. നാരായണ നാരായണ നാരായണ. സാക്ഷാത് പാർവതീദേവി പോലും ബാലന്റെ ഭക്തി പരീക്ഷിക്കാനെത്തി തോറ്റു നിൽക്കുകയാണല്ലോ. ബാലനെതിരെ കോപം കൊള്ളാത്തത് എന്തേ അമ്മേ? സർവവും നശിപ്പിക്കുവാനുള്ള ശക്തി ജഗദീശ്വരിക്കും ഉള്ളതല്ലേ? തെറ്റി നാരദരെ. ശിവഭക്തിയിൽ ലയിച്ചിരിക്കുന്ന ഭക്തരെ സ്പർശിക്കാനുള്ള ശക്തി എനിക്കെന്നല്ല, ബ്രഹ്മാണ്ടത്തിൽ ആർക്കും തന്നെയില്ല. ബാലനെ നന്മ മാത്രം ഭവിക്കട്ടെ. ഓം നമഃ ശിവായ. കാൽതുകിയാടിടുമീശായം കനവിലുമാടിടുമീശാ കൈലാസമാമലയോളം എൻ കൈപിടിച്ചങ്ങു നടത്തും വിഷ്ണു ഭഗവാന്റെ താളം. തച്ചം തകടം തകടം തകജം തകടം തകടം കദജം തകടം തകടം തകജം
ചെയ്തിരുന്നു. ഓമന മകനെ, നിന്റെ ആയുസ് ഇന്നോടെ തീരുകയാണ്. ഞങ്ങൾക്കിത് സഹിക്കാനാകുന്നില്ല. ഇല്ല അച്ഛ, സമാധാനപ്പെടൂ. മഹേശ്വരൻ കാരണമില്ലാതെ ഒരു കാര്യവും അരുൾ ചെയ്യില്ല. ശിവനാമത്തെ വെല്ലാൻ കാലപാശത്തിനെന്നല്ല, ശിവഭഗവാന് പോലും സാധ്യമല്ല. അതല്ല കൈലാസനാഥന്റെ ഇച്ഛ മറിച്ചാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇത് ശിവപൂജയ്ക്കുള്ള ഉത്തമ സമയമായി ഞാൻ കണക്കാക്കുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം യമധർമ്മൻ വിജയിക്കട്ടെ, യമധർമ്മൻ വിജയിക്കട്ടെ, യമധർമ്മൻ വിജയിക്കട്ടെ, യമധർമ്മൻ വിജയിക്കട്ടെ. തത്സത്യം 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 തദ്ദിം തദ്ദിം തത്സത്യം തത്സത്യം തദ്ദിം തദ്ദിം തത്സത്യം തത്സത്യം സത്യധർമ്മനീതി സർവസാക്ഷിയാണു ഞാൻ. നിത്യഭീകരാന്ത്യലോകരാജനാണു ഞാൻ. ധർമ്മരാജൻ എന്നു പേര് കേട്ടൊരന്തകൻ. യമധർമ്മരാജൻ എന്നു പേര് കേട്ടൊരന്തകൻ. മനുഷ്യവേറി വന്നിടുന്നു മരണദൂതുമായി. മന്ത്രതന്ത്രാതീത ഭീതലോകകാലനായി. അഖിലരും ഭയന്നിടുന്ന കാലപാശവും ചിത്രഗുപ്തലിഖിത ശിക്ഷകളുടെ ശാസനങ്ങളും കേന്ദ്രം. സത്യധർമ്മനീതി സർവസാക്ഷിയാണു ഞാൻ. നിത്യഭീകരാന്ത്യലോകരാജനാണു ഞാൻ. കോടി 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 ജീവഹാരിയാകുവാൻ ബ്രഹ്മദേവ കൽപ്പനയാൽ ഉടലെടുത്തവൻ. കാലപാശദണ്ഡനയിൽ നിന്നു മുക്തനായി. ആരുമില്ല എന്നറിയുവിൻ. സത്യധർമ്മനീതി സർവസാക്ഷിയാണു ഞാൻ. നിത്യഭീകരാന്ത്യലോകരാജനാണു ഞാൻ. നരകലോക കിങ്കരർക്ക് തോൽവിയില്ലഹോ. നരകലോക ഖണ്ഡനയ്ക്ക് അറുതിയില്ലടോ. നരകരാജനജയനെന്ന അറിവുലോകരെ. നരകരാജസ്തുതികൾ പാടി വാഴ്ത്തുലോകരെ. സത്യധർമ്മനീതി സർവസാക്ഷിയാണു ഞാൻ. നിത്യഭീകരാന്ത്യലോകരാജനാണു ഞാൻ. യമധർമ്മൻ വിജയിക്കട്ടെ, യമധർമ്മൻ വിജയിക്കട്ടെ. നാരായണ നാരായണ. യമധർമ്മരാജൻ വിജയിച്ചാലും വന്നാലും മഹർഷി, ത്രൈലോക്യ സഞ്ചാരിയായ അങ്ങ് യമലോക സന്ദർശനം നടത്തുക എന്നത് അപൂർവമാണല്ലോ. പ്രത്യേക കാരണമെന്തെങ്കിലും? അങ്ങനെ പ്രത്യേകമായൊന്നുമില്ല യമരാജ. മഹാപരാക്രമശാലിയും നിത്യവിജയശീലനും സദ്ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവവും സർവോപരി സുന്ദരനുമായ അങ്ങയെ പോലുള്ള ദിവ്യ തേജസ്സിനെ മുഖം കാണിക്കുക എന്നത് തന്നെ സുഹൃതം. നാരായണ നാരായണ. ആഹാ, ആ പറഞ്ഞത് സത്യം തന്നെ. പക്ഷേ മൃത്യുദേവ, ഭൗമനിവാസികൾക്കൊന്നും പണ്ടത്തെ പോലെ മരണഭയമില്ല എന്നാണ് സഞ്ചാരത്തിൽ അറിയാൻ കഴിഞ്ഞത്. മരണഭയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മരണം സംഭവിക്കുക തന്നെ ചെയ്യും മഹർഷി. അതു ശരി തന്നെ. പക്ഷേ മരണഭയമില്ലാതാകുമ്പോൾ മരണദേവനായ അങ്ങയോടുള്ള ഭയവും ഭക്തിയും കുറഞ്ഞ് അങ്ങയെ പുച്ഛത്തോടെ നോക്കിക്കാണുകയും പരിഹാസം ചൊരിയുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ നാരദൻ അല്പം മനക്ലേശമുണ്ടായി. നാരദരെ, അങ്ങെന്താണ് പറഞ്ഞു വരുന്നത്? നാം കഴിവുകെട്ടവനാണെന്നാണോ? നാരായണ നാരായണ നാരായണ. അല്ല, അങ്ങനെ നാരദൻ ഉദ്ദേശിച്ചില്ല.
ബാലകന്റെ അടുത്ത് പോലും യമകിങ്കരന്മാർ തോറ്റു പിൻവാങ്ങുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ അങ്ങേക്ക് പേരുദോഷം വന്നതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? എടമടയത്തടിമാട അവരുടെ കാവല്ലാരട ഉടനടി ഞാൻ അത് തടയും മടിയാതെ നീ ചൊല്ലടാ. കാണാൻ രൂപമില്ല കേൾക്കാൻ നാദമില്ല കാവൽ നിൽപ്പവനെ അറിയുന്നില്ല. കാലാതീതമായ ശക്തിയാണത് കാര്യം ചെന്നതെല്ലാം സത്യമായത്. കാലാതീതമായ ശക്തി മൃത്യുവെ വെല്ലുന്ന സത്യം വിധികളെ നിങ്ങളെന്തറിയൂ. കാലനാണെന്ന് കണ്ടറിയൂ. കാലനാണെന്ന് കണ്ടറിയൂ. ഈ കാലൻ ആരാണെന്ന് കണ്ടറിയൂ. ഇവിടെ നിന്ന് തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല. പറ്റുമെങ്കിൽ ആ ബാലനെ യമപുരിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നോക്ക്. നാരദ, ഇനി അവന്റെ മൃത്യുവിന് ശേഷം മാത്രം സംസാരം. കലിതുള്ളി പോകുന്നു കാലൻ. അപ്പുറത്ത് സാക്ഷാത് കൈലാസനാഥൻ. ഈ നാടകത്തിൽ നാരദന് അല്പമെങ്കിലും ഒരു മനസ്സുഖം കിട്ടിയത് ഇപ്പോഴാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹേ ബാലക, ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ കാലം മുൻപേ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മൃത്യുവിനോട് എതിരിടാതെ കാലപാശത്തിന് കീഴടങ്ങും. വന്ദനം ധർമ്മരാജ. ഞാൻ ശിവപൂജ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശങ്കരപൂജ അവസാനിപ്പിക്കാതെ എങ്ങോട്ടും വരുവാൻ എനിക്കാകില്ല. അഹങ്കാരിയായ അല്പായുസി യമധർമ്മരാജൻ നേരിട്ടെഴുന്നള്ളിയിട്ടും നിനക്ക് ലേശം ഭയമില്ലെന്നോ? സംഹാരമൂർത്തിയായ സാക്ഷാൽ പരമേശ്വരന്റെ ദാസനായ ഞാൻ